പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മസ്റഅത്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇബ്നു മുത്തിഅ എന്ന പാഠത്തിലൂടെ നമ്മൾ ശംഭുവിനെയും ജംബുവിനെയും പരിചയപ്പെട്ടു. ശംഭു ഒരു നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ശംഭുവിന് കൃഷി ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ മകനായ ജംബുവിനോട് കൃഷി ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു നസീഹത്തും കൊടുത്തു. അല്ലെ, എന്തായിരുന്നത്? വെയിലുള്ള സമയത്ത് പോവാനും വരാനും പാടില്ല. അല്ലെ, ലാ തദ്ഹബ് വലാ തർജിഅ ഫി ശംസ്. സൂര്യനുള്ള സമയത്ത് വരാനും പോവാനും പാടില്ല എന്നൊരു നസീഹത്തും കൊടുത്തിരുന്നു. ജംബു ആലോചിച്ച് മസ്റഅത്തിലേക്ക് എത്തി. അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഖളറവാത്തുകൾ ഉണ്ടായിരുന്നു. അതേപോലെ അസ്മാറുൽ ലദീദ്. അല്ലെ, എന്തൊക്കെ ഖളറവാത്തുകളാണ്? ബാമിയ, തൊമാത്തിം, ഖിയാർ, അദസ്, ഫുൽഫുൽ, ബാദിൻജാൻ. അതുപോലെ ഏതൊക്കെ അസ്മാറുകളാണ് ഉണ്ടായിരുന്നത്? മൗസ്, മാഞ്ച, ജുവാഫ, പിന്നെ പപ്പായ തുടങ്ങിയ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളുമായി ഒരു ഭംഗിയുള്ള ഒരു കൃഷിയിടമായിരുന്നു. അല്ലെ, അതിനിടയിലാണ് ഖിയാറും ജംബും തമ്മിലുള്ള ഒരു സംഭാഷണം നടന്നത്. അത് നമ്മൾ പൂരിപ്പിക്കുകയും ചെയ്തു. ജംബുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ജംബു തിരിച്ചു വരുന്നത് അബു കാണുകയും ജംബുവിനെ സ്വീകരിക്കുകയും ചെയ്യണം. എങ്ങനെ സ്വീകരിച്ചതെന്നറിയോ? മർഹബൻ യാ ബുനിയ. എങ്ങനെ സ്വീകരിച്ചത്? മർഹബൻ യാ ബുനിയ. നിങ്ങൾ കണ്ടോ, 62-ാമത്തെ പേജില് അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സംഭാഷണത്തിന്റെ പേരെന്താ? ഹുവ വശംസിയ. ഹുവ വശംസിയ. ജംബുവിനെ കണ്ട ഉടനെ എന്തു പറയുന്നു? മർഹബൻ യാ ബുനിയ. എന്റെ പൊന്നുമോനെ, നിനക്ക് സ്വാഗതം. അല്ലെ, മർഹബൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു തെഹദീബിയായ വാക്കാണ്. നമ്മൾ തെഹദീബിയായ വാക്കുകളൊക്കെ നമ്മൾ ഇതിന്റെ മുമ്പ് പഠിച്ചു. അങ്ങനെ ജംബു മറുപടിയും കൊടുത്തു, മർഹബൻ. അങ്ങനെ അബു ചോദിക്കാണ്, ഹൽ സുർത്തൽ മസ്റഅ. നീ മസ്റഅത്ത് സന്ദർശിച്ചോ? നീ കൃഷിയിടം സന്ദർശിച്ചോ? അപ്പോ ജംബു, നഅം, അതെ, മസ്റഅത്തുനാ ജമീല. മസ്റഅത്തുനാ ജമീല. നമ്മുടെ കൃഷിയിടം, നമ്മളെ മസ്റഅത്ത് ഭംഗിയുള്ളതാണ്. അപ്പൊ അബു ചോദിക്കാണ്, മത്ത ദഹബത ഇലൽ മസ്റഅ. മത്ത ദഹബത ഇലൽ മസ്റഅ. നീ എപ്പോഴാ മസ്റഅയിലേക്ക് പോയത്? എപ്പോഴാ നീ കൃഷിയിടത്തിലേക്ക് പോയത്? അപ്പൊ ജംബുവിന്റെ മറുപടി, ഫിൽ ലഹീറ. ഉച്ച സമയത്ത്. ലൊഹർ കേട്ടിട്ടില്ലേ നിങ്ങള്? ഉച്ച സമയത്ത്. അല്ലെ, അതിൽ വന്ന ലൊഹറിൽ നിന്ന് വന്നതാണ് ലൊഹീറ. കേട്ടോ, ലൊഹീറ, ഉച്ച സമയത്ത്. അവിടെ ഉപ്പയുടെ ഒരു നസീഹത്ത് ഉണ്ടായിരുന്നു. എന്തായിരുന്നത്? നീ വെയിലത്ത് പോവാനും പാടില്ല, വെയിലത്ത് വരാനും പാടില്ല. അല്ലേ? പക്ഷേ ഉച്ച സമയത്ത് നല്ല വെയിലുണ്ടാവില്ലേ? ഈ സമയത്ത് അബു ചോദിക്കുകയാണ്, ഫിഷംസിയ പുനിയ. ഫിഷംസിയ പുനിയ. എന്റെ പൊന്നുമോനെ, നീ വെയിലും കൊണ്ടാണോ പോയത്? വെയിലത്താണോ നീ പോയത്? ജംബുവിന്റെ മറുപടി, ഇല്ല, ഞാൻ വെയില് കൊണ്ടിട്ടില്ല. ഖാനത്ത് മഴേ ശംസിയ. എന്റെ കൂടെ ഒരു കുടയുണ്ടായിരുന്നു. ജംബുവിന്റെ മറുപടി കേട്ടപ്പോ അബുന് ചിരി വന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ട് യൽഹഖുൽ അബ് ചിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് അബു പറയാണ്, യാ ബുനിയ, എന്റെ പൊന്നുമോനെ, കുന്തു ദാഹിബൻ ഖബ്ല ശുറൂഖി. ഞാൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഞാൻ പോവും. റാജിയാൻ, പിന്നെ മടക്കപ്പോഴറിയോ? ഇൻദൽ ഉറൂബ്. സൂര്യാസ്തമയത്തിന്റെ സമയത്ത് പിന്നെ ഞാൻ മടങ്ങുക. ഇത് കേട്ട ജംബു പറയാണ്, അൽ ആൻ, ഇപ്പോൾ ഫഹിംതു, എനിക്ക് മനസ്സിലായി, നസീഹത്തക യാ ബാബാ. ബാബാ, ഉപ്പ, നിങ്ങളുടെ നസീഹത്ത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പോ ഹിവാർ ഒന്ന് വായിക്കണം.
ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാണ്, ശ്രദ്ധിക്കുക. അൽ അബ് മർഹബൻ യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ നിനക്ക് മർഹബൻ, ജംബുവിന്റെ മറുപടി മർഹബൻ. അൽ അബ് ഹൽ സുർതൽ മസ്റഅ, ജംബു നഅം, മസ്റഅതുനാ ജമീല. അൽ അബ് മതാ ദഹബത ഇലൽ മസ്റഅ, ജംബു ഫിൽ ളഹീറ. അൽ അബ് ഫി ശംസി യാ ബുനയ്യ, ജംബു ലാ കാനത് മഈ ശംസിയ. യൽഹഖുൽ അബ്. الأب يا بني كنت ذاهبا قبل الشروق وراجعا عند الغروب، جنبه الآن فهمت نصيحتك يا بابا. അതേപോലെ ഇനി നമുക്കൊരു വർക്കും കൂടെ ഇതിന്റെ കൂടെ ചെയ്യാനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 63-ാമത്തെ പേജ്. നഖ്റഉ വനഫ്ഹമു വനക്തുബ്. അതിന്റെ താഴെ കണ്ടല്ലോ സ്വബാഹ്, ളുഹർ, മസാ, ലൈല്. ഇതൊക്കെ എന്താണ്? ഒരു ദിവസത്തിലുള്ള സമയങ്ങളാണ്. സ്വബാഹ് രാവിലെ, ളുഹർ ഉച്ചക്ക്, പിന്നെ മസാ വൈകുന്നേരം, ലൈല രാത്രി. ഇപ്പോ സ്വബാഹിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാ ചെയ്യുന്നത് നോക്കൂ. അതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു 2-3 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. യദ്ഹബുൽ മുസാരിഉ ഇലൽ ഹഖൽ, മുസാരി കൃഷിക്കാരൻ വയലിലേക്ക് പോകുന്നു. എപ്പോഴാ പോകുന്നത്? സ്വബാഹൻ, രാവിലെ. യറൂഹുൽ വലദു ഇലൽ മദ്രസ, കുട്ടി മദ്രസയിലേക്ക് പോകുന്നത് സ്വബാഹൻ, രാവിലെ. അതനാവലുൽ ഫതൂർ, പ്രാതൽ ഭക്ഷണം കഴിക്കും, സ്വബാഹൻ, രാവിലെ. ഇനി അടുത്ത നോക്കി നിങ്ങള് ഉച്ചക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. യനാമു തിഫില്, ചെറിയ കുട്ടി. തിഫിൽ പറഞ്ഞാൽ ചെറിയ കുട്ടി. നിങ്ങൾ താഴെയുള്ള ചെറിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ കുട്ടികൾക്കാണ് തിഫിൽ എന്ന് പറയാ. ചെറിയ കുട്ടികൾ ഉറങ്ങുന്നു ഇല്ലേ? ചെറിയ കുട്ടികളൊക്കെ എപ്പോഴൊക്കെ ഉറങ്ങും? രാത്രി ഉറങ്ങും, ഉച്ചക്ക് ഉറങ്ങും ഇല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. യനാമു തിഫിലു ളുഹ്റൻ, ചെറിയ കുട്ടി ഉച്ചക്ക് ഉറങ്ങുന്നു. യസ്തരീഹുൽ ഉമ്മാൽ, ജോലിക്കാർ വിശ്രമിക്കുന്നു ളുഹ്റിന്, ഉച്ചക്ക്. യഅകുലു തുല്ലാബ്, കുട്ടികള് ഭക്ഷണം കഴിക്കുന്നു ളുഹ്റൻ, ഉച്ചക്ക്. ഇനി മസായില് യൽഅബുൽ ഔലാദ്, കുട്ടികൾ കളിക്കുന്നു മസാഅൻ, എപ്പോഴാ കളിക്കുക? വൈകുന്നേരം. യർജിഉ ത്വയ്റു ഇലൽ ഉഷ്, പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങും, എപ്പോൾ? മസായില്. യഊദുൽ മുസാരിഉ ഇലൽ ബൈത്ത്, കൃഷിക്കാരൻ വീട്ടിലേക്ക് മടങ്ങുന്നു മസാഅൻ, വൈകുന്നേരം അല്ലേ? ഇതേപോലെ നമുക്കൊരു 3 ലൈലിനെ കുറിച്ചും നമുക്ക് എഴുതണം. ലൈലിൽ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് എഴുതാം. നമുക്കൊരു 2-3 ഉദാഹരണം നമുക്ക് ഇവിടെ നോക്കാം. യഅകുലുൽ ഔലാദ്, കുട്ടികൾ കഴിക്കുന്നു. അൽ അഷാ, അഷാ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം. ലൈലൻ. ഇനി അതേപോലെ രണ്ടാമത്തത് എന്താ ചെയ്യാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്ത് എഴുതാം? യനാമുൽ ഔലാദു, കുട്ടികൾ ഉറങ്ങുന്നു. എപ്പോഴുറങ്ങുക? ലൈലില്. ഇനി മൂന്നാമതോ യഖ്റഉ തുല്ലാബ്, കുട്ടികൾ വായിക്കുന്നു. എന്തൊക്കെയാ വായിക്കാറുള്ളത് അല്ലേ? ഓതാറില്ലേ നിങ്ങൾ? ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്.